രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ദേവന്മാർക്ക് വേണ്ടുന്ന കാര്യം നിർവഹിക്കാൻ രാമൻ കാനനത്തിലേക്ക് പോകണമെങ്കിൽ ഈ യുവരാജ്യ അഭിഷേകത്തിന് വിഘ്നം സംഭവിക്കണം. അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ കേകയനും ജനകനും ഈ സന്ദർഭത്തില് അവിടെ ഉണ്ടാകാതിരിക്കണം. അപ്പോ വിധി അതിന്റെ നാടകം ഭംഗിയായി കളിച്ചു. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതായ വാക്യമാണ് നതു കേകയരാജാനം എന്ന് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് എല്ലാവരും സഭാഗൃഹത്തിലേക്ക് വന്നു. ദശരഥന്റെ താല്പര്യമനുസരിച്ചിട്ട് എല്ലാവരെയും സ്വീകരിച്ച് സൽക്കരിച്ച് ഇരുത്തി. ദശരഥന്റെ മന്ത്രിമാര് ആ രാജാക്കന്മാരെയും നാട്ടുകാരെയും എല്ലാം യഥായോഗ്യം അവരവർക്കുള്ളതായ പീഠങ്ങളിൽ ഇരുത്തി അവരെല്ലാം ആദരിച്ചു. അത് കഴിഞ്ഞിട്ട് ദശരഥ മഹാരാജാവ് സംസാരിച്ചു തുടങ്ങുകയാണ്. സഭ തുടങ്ങുന്നു. ദശരഥൻ സംസാരിക്കുന്നു. തത പരിഷദം സർവം ആമന്ത്ര്യ വസുധാധിപ ഹിതമുദ്ധർഷണം ചൈവം ഉവാച പ്രഥിതം വച. അങ്ങനെ ആ സഭയെ മഹാരാജാവ് അവിടെ സമ്മേളിപ്പിച്ചു. ദശരഥൻ അവരെയെല്ലാം യഥായോഗ്യം അവിടെ സത്കരിച്ചു. എന്നിട്ട് വളരെയേറെ ശ്രേയസ്സിനെ ഉളവാക്കുന്നതായ കാര്യം, അതേപോലെ തന്നെ സന്തോഷത്തെ ഉളവാക്കുന്നതായ കാര്യം, ഭാവിയിൽ എല്ലാവർക്കും അങ്ങേയറ്റം സുഖകരമായി അനുഭവപ്പെടുന്ന ഹിതമായിരിക്കുന്നതായ കാര്യം പറയാനായിട്ട് മഹാരാജാവ് ആരംഭിക്കുകയും ചെയ്തു. എങ്ങനെയാ മഹാരാജാവായ ദശരഥൻ സംസാരിക്കുന്നത് എന്ന് വാൽമീകി പ്രത്യേകമായിട്ട് നമ്മെ കേൾപ്പിക്കുന്നു. ദുന്ദുഭി സ്വരകൽപ്പേന ഗംഭീരേണ അനുനാദിന. മഹാരാജാവായ ദശരഥന്റെ ശബ്ദം പെരുമ്പറയുടെ മുഴക്കത്തോടുകൂടിയതാണ്. അത്ര ഗംഭീരമായിരിക്കുന്ന ശബ്ദത്തില് ആ ശബ്ദം അദ്ദേഹത്തിന്റെ ആ ശാരീരികവും മാനസികവും ഒക്കെ ആയിട്ടുള്ള ഉത്കർഷത്തെ പ്രകാശിപ്പിക്കുന്നു. ആ ശബ്ദം ഗംഭീരമായ ശബ്ദം, ആരെ ആകർഷിക്കുന്നതായ ശബ്ദം, എല്ലാവരുടെയും മനസ്സിനെ പിടിച്ചു നിർത്തുന്നതായ ശബ്ദം, അത് മുഴങ്ങുന്നുണ്ട് ആ അന്തരീക്ഷത്തില്. അങ്ങനെയുള്ളതായ ശബ്ദത്തില് ജീമൂത ഇവനാദയൻ, മേഘമാല പോലെ ശബ്ദിക്കുന്നവനായിട്ട് മേഘമാലകൾ ആകാശത്ത് മഴ പെയ്യിക്കാൻ തയ്യാറായി എത്തുന്ന അവസരത്തില് വലിയ ഇടിമുഴക്കങ്ങൾ കൊണ്ട് അന്തരീക്ഷത്തെ മുഖരിതമാക്കും. അങ്ങനെ ആ ഗംഭീരമായ സദസ്സിനെ മുഖരിതമാക്കിക്കൊണ്ട് മഹാരാജാവായ ദശരഥൻ സംസാരിച്ചു തുടങ്ങി. രാജലക്ഷണയുക്തേന കാന്തേന അനുപമേന ച. അദ്ദേഹത്തിന്റെ ആ ശബ്ദവും ആ സംഭാഷണ രീതിയും ഒക്കെ ചക്രവർത്തിയുടെ ലക്ഷണങ്ങളെല്ലാം തികഞ്ഞതാണ്. അതിന് എല്ലാവരുടെയും മനസ്സിലേക്ക് ചെല്ലാനും എല്ലാവരുടെയും മനസ്സിനെ പിടിച്ചു നിർത്താനുമുള്ള ശേഷിയുണ്ട്, അധികാരശേഷിയുണ്ട്. ശബ്ദം വളരെയേറെ പ്രധാനമാണല്ലോ ഒരു സംഭാഷണത്തെ സംബന്ധിച്ചിടത്തോളം, വിശേഷിച്ചും പ്രസംഗത്തെ സംബന്ധിച്ചിടത്തോളവും ശബ്ദം പ്രധാനമാണ്, മുഖ്യമാണ്. അങ്ങനെയുള്ളതായ രാജലക്ഷണം തികഞ്ഞതായ ശബ്ദം, ആധികാരികമായ ശബ്ദം എന്ന് മാത്രമല്ല അതുകൊണ്ട് ആളുകളെ ഭയപ്പെടുത്തോ ഇല്ല.
കാന്തേന. രാജലക്ഷണങ്ങളെല്ലാം തികഞ്ഞതാണെങ്കിലും ഭയപ്പെടുത്തുന്ന ശബ്ദമല്ല, കാന്തമാണ്, ആകർഷിക്കുന്ന ശബ്ദമാണ്. എന്ന് മാത്രമല്ല, അതിന് സമാനമായിട്ട് വേറൊരു ശബ്ദം ചൂണ്ടിക്കാണിക്കാനുമില്ല. അനുപമേനച്ച, അതുല്യമായ ശബ്ദം എന്ന് മാത്രമല്ല, അതുല്യമായ സംഭാഷണ രീതി, പ്രസംഗശൈലി ഒക്കെയുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെയുള്ള ആ സമ്പ്രദായത്തില് രസയുക്തേന, വളരെ ആകർഷകമായിട്ട്, വളരെയേറെ ആനന്ദം ഏവരിലും ഉളവാക്കുമാറ് അദ്ദേഹം, മഹാരാജാവായ ദശരഥൻ ആ രാജാക്കന്മാരോടും അവിടെ കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങളോടും സംസാരിച്ചു. ഋഷിമാരുമുണ്ട്. അവര് ആ സദസ്സിൽ ഏറ്റവും മുന്നിലുള്ള നിരകളിൽ ഇരിക്കാണ്. പിന്നെ രാജാക്കന്മാർ, പിന്നെ പൗരമുഖ്യന്മാർ, പിന്നെ എല്ലാ നാട്ടുകാരും. എല്ലാവർക്കും ദശരഥനെ നേരിട്ട് കാണാം. ദശരഥനും തന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴേക്കും എല്ലാവരെയും, ഓരോ വ്യക്തിയെയും നേരിട്ട് കാണാം. ആ പ്രകാരത്തിലാണ് ആ സഭയുടെ സജ്ജീകരണം. അങ്ങനെയുള്ളതായ സഭയിൽ വെച്ച് ദശരഥൻ സംസാരിച്ചു തുടങ്ങി. വിദിതം ഭവതാമേതത് യഥാമേ രാജ്യമുത്തമം പൂർവകൈർ മമ രാജേന്ദ്രൈ സുതവത് പരിപാലിതം. അല്ലയോ മഹാത്മാക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി അറിയുന്ന കാര്യമാണ് ഞാനിപ്പോ സൂചിപ്പിച്ചു തുടങ്ങുന്നത്. ഈ പവിത്രമായിരിക്കുന്ന ഉത്തരകോസലത്തെ എന്റെ പൂർവികന്മാരായിരിക്കുന്ന സൂര്യവംശജരായ രാജാക്കന്മാർ, ഈ ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന രാജാക്കന്മാർ, അവർ രാജ ഇന്ദ്രന്മാരാണ്. രാജാക്കന്മാരുടെയും രാജാവാണ്, ചക്രവർത്തിയാണ്. അങ്ങനെ ഈ സൂര്യവംശത്തിൽ പിറന്ന ചക്രവർത്തിമാര്, എന്റെ കാരണവന്മാര്, എന്റെ മുത്തച്ഛന്മാര് ഏതു പ്രകാരത്തിലാണ് ധർമ്മത്തെയെല്ലാം സംരക്ഷിച്ചുകൊണ്ട്, എങ്ങനെയാണോ പിതാവ് മക്കളെ രക്ഷിക്കുക, അത്ര കണ്ട് സ്നേഹത്തോടുകൂടി, വാത്സല്യത്തോടുകൂടി, ശ്രദ്ധയോടുകൂടി രക്ഷിച്ചത് ഈ രാജ്യത്തെ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നേരിട്ടറിയാം. നിങ്ങളെല്ലാം അനുഭവസ്ഥരാണ്. അങ്ങനെയുള്ള ഈ രാജ്യത്തെ സോഹം ഇക്ഷ്വാകുഭി സർവൈർ നരേന്ദ്രൈർ പ്രതിപാലിതം. അങ്ങനെയുള്ള ഈ രാജ്യത്തെ, ഇക്ഷ്വാകുവംശത്തിൽ പിറന്ന എല്ലാ രാജാക്കന്മാരും ഭംഗിയായി സംരക്ഷിച്ച ഈ രാജ്യത്തെ ഞാനും വളരെയേറെ ശ്രദ്ധയോടുകൂടിയിട്ട് ഇക്കാലം അത്രയും പരിപാലിച്ചു. അതും നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി അറിയുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഈ രാജ്യത്തിനും ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും, സകല ജീവരാശിക്കും, ജീവനില്ലാത്ത വസ്തുക്കൾക്കും എല്ലാറ്റിനും അഭ്യുദയം വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചന എന്റെ ഹൃദയത്തിലുണ്ട്. അത് എല്ലാവരെയും അറിയിച്ച്, എല്ലാവരുടെയും സന്തോഷത്തോടുകൂടി, അംഗീകാരത്തോടുകൂടി അത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ മഹാസഭയെ ഞാൻ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ രാജ്യത്തെ ശ്രേയസായോക്തമിച്ഛാമി സുഖാർഹം അഖിലം ജഗത്. ഈ രാജ്യത്തെ ശ്രേയസ്സോട് കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടുതൽ കൂടുതൽ ശ്രേയസ് ഈ രാജ്യത്തിന് ഉളവാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യം അങ്ങേയറ്റം സുഖം അർഹിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ പ്രപഞ്ചവും, ഈ ലോകവും സുഖം അർഹിക്കുന്നു. അങ്ങനെ ഈ രാജ്യത്തെ ശ്രേയസ്സിലേക്ക് കൊണ്ടെത്തിക്കുക, അതിലൂടെ ഈ ലോകത്തെയും ശ്രേയസ്സിലേക്ക് കൊണ്ടെത്തിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസരത്തിൽ എല്ലാവരെയും ഇവിടെ വിളിച്ചുകൂട്ടിയത്. ഞാൻ എങ്ങനെ രക്ഷിച്ചു ഈ രാജ്യത്തെ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പൂർവികന്മാരുടെ മാർഗത്തെ പിന്തുടർന്നുകൊണ്ട് പ്രജാ നിത്യമനിദ്രേണ യഥാശക്തി അഭിരക്ഷിത. ഞാൻ ഉറക്കമിളച്ച് എന്റെ സുഖസൗകര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ഈ രാജ്യത്തെ മുഴുവൻ സേവിക്കുക എന്നുള്ള ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് എന്റെ പൂർവികന്മാരെ പോലെ എന്നും യഥാശക്തി ഞാൻ ഈ രാജ്യത്തെ രക്ഷിച്ചു.
എന്റെ കഴിവ് മുഴുവൻ വിനിയോഗിച്ച് ഞാൻ രക്ഷിച്ചു. അങ്ങനെ ദീർഘകാലമായിട്ട് ഞാൻ ഈ രാജ്യത്തെ പരിപാലിക്കുകയാണ്. ഇപ്പോ ഞാൻ വയോധികനായിരിക്കുന്നു. ഇതം ശരീരം കൃത്സ്നസ്യ ലോകസ്യ ചരതാഹിതം പാണ്ഡുരസ്യ ആതപത്രസ്യ ഛായായാം ജരിതം മയ. ഈ സമ്പൂർണമായ രാജ്യത്തിന്റെയും സമ്പൂർണമായ ലോകത്തിന്റെയും ശ്രേയസ്സിനു വേണ്ടിയിട്ട്, ഹിതത്തിനു വേണ്ടിയിട്ട്, അവർക്ക് മംഗളം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, അഭ്യുദയം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വെൺകൊറ്റക്കുടയ്ക്ക് കീഴിൽ, ഈ വെൺകൊറ്റക്കുടയുടെ താഴെ, അതിന്റെ നിഴലിൽ, അതിന്റെ ആ പ്രകാശമണ്ഡലത്തിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിച്ചു ഇത്രയും കാലം. അങ്ങനെ ഇവിടെ ഇരുന്ന് ഇത്രയും കാലം പ്രവർത്തിച്ചിട്ട് എന്റെ ശരീരം ഇതാ ജരയും നരയും ബാധിച്ചതായി തീർന്നിരിക്കുന്നു. ഞാൻ ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം എത്രയോ വർഷങ്ങൾ കടന്നുപോയി. കാലം കടന്നു പോകുന്നത് അറിയുന്നില്ല. ഇപ്പോഴും ഞാൻ അറിയുന്നു, ജരാനരകൾ എന്നെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശരീരത്തിന് പഴയ പ്രകാരത്തിലുള്ളതായ ബലം പോരാ. അതേപോലെ തന്നെ മനോബുദ്ധികൾക്കും. എന്തുകൊണ്ടെന്നാൽ പ്രാപ്യ വർഷസഹസ്രാണി ബഹൂന്യായുംഷി ജീവത. അനേകം 1000 വർഷങ്ങളാണ് ഞാൻ ഈ സിംഹാസനത്തിൽ ഇരുന്നത്. ദീർഘായുസ്സായിട്ട് ഞാൻ ഇവിടെ ഇരുന്നു പ്രവർത്തിച്ചു. ഇത്രയേറെ പ്രായമുണ്ട് എനിക്ക്. തന്മൂലമുള്ളതായ വാർദ്ധക്യത്തിൻ്റെതായ ആ ദൗർബല്യങ്ങൾ ശരീരത്തിന് വന്നു ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് ജീർണസ്യാസ്യ ശരീരസ്യ വിശ്രാന്തിം അഭിരോചയേ. എന്റെ ഈ ശരീരം ഇപ്പൊ ഇതാ വാർദ്ധക്യഗ്രസ്തമായിട്ട് ജീർണമായി തുടങ്ങിയിരിക്കുന്നു. അതിന് ബലം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇനി പഴയതുപോലെ ഓടി നടന്ന് എല്ലാ ജോലികളും ചെയ്ത് ശത്രുക്കളും അതേപോലെ തന്നെ കള്ളന്മാരും ഒക്കെ നാടിനെ ആക്രമിക്കുമ്പോഴേക്കും അവരോട് യുദ്ധം ചെയ്ത്, മാത്രമല്ല ദശരഥൻ ദേവലോകത്തിലും എത്രയോ തവണ ചെന്നിരിക്കുന്നു ദേവന്മാരെ അസുരന്മാരിൽ നിന്നിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ജോലികൾ ചെയ്യാൻ എനിക്ക് ഇനി ശേഷി കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നു.